ഇത് എങ്ങനെയെന്ന് വ്യക്തമാക്കണോ അല്ല എന്നെ പോലീസ് പിടിച്ചോണ്ടു കുഞ്ഞിടം കയ്യിൽ നിന്നെ കുഴിയെടുക്കാൻ മുണ്ടകൻ കൊത്തു കഴിഞ്ഞ് ആത്തക്കിളി പോകും വീഴും മഞ്ഞളിക്കോൽ കൊണ്ടൊരു കൂടൊരുക്കാൻ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. പേടി സത്യം സാറിനെ കണ്ട് നിങ്ങൾക്ക് എപ്പോഴും പേടിയായിട്ടോ എനിക്ക്. കാരണം ഈ സ്കൂളിലെ ഏറ്റവും ഡിസ്ട്രാക്റ്റഡ് കിഡ് ഞാനായിരുന്നു. സാറിൻ്റെ എടുത്ത ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ചൊരു കാര്യം എന്താ സാർ കൂടുതൽ നന്നായി പോയതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് പറഞ്ഞൊരു ലൂപ്പുണ്ട്, പ്രശസ്തി ഇല്ലാത്തതുകൊണ്ട് അവസരങ്ങളില്ലാത്തതുകൊണ്ട് പ്രശസ്തി ഇല്ലാന്ന്. ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ എന്നെ സഹായിച്ചത് കമൽ സാറാണ്. ഒരവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കൊച്ചിയിലൊക്കെ വന്ന് താമസിച്ച് സിനിമ ആഗ്രഹിച്ച് സിനിമയിൽ നടിയാവണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തോന്നും ഇനി എന്തെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവസരങ്ങൾ നൽകുന്ന ആളുകൾ ദൈവം പോലെയാണ്. താങ്ക് യു സോ മച്ച്. ഈ സിനിമയിലേക്ക് എത്താൻ ഞാൻ കാരണം ഗിരീഷേട്ടനുണ്ട്, ജോസേട്ടനൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരോടും നന്ദി പറയാണ്. ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രശസ്ത ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മഹിമ നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, പരിചയമില്ല. താങ്ക് യു സോ മച്ച്. ചാക്കോച്ചൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, സബ്മിറ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷൈൻ ടോം ചാക്കോ. ഷൈനെ ഞാൻ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട്, സോറി ഫോർ ദാറ്റ്. ഒരുപാട് ഞാൻ ശല്യം ചെയ്തിട്ടുണ്ടല്ലോ ഷൈനെ. എങ്ങനെ ശല്യം ചെയ്തെന്ന് പറഞ്ഞു വലിയ കാര്യം. ഇത് എങ്ങനെയെന്ന് വ്യക്തമാക്കണോ അല്ല എന്നെ പോലീസ് പിടിച്ചോണ്ടു. ഞാൻ പരാതി കൂടാനൊന്നും പോകുന്നില്ല. ഉറപ്പാണോ? എല്ലാരും കേട്ടല്ലോ അല്ലേ? ഒന്നുമില്ല, സാറിന്റെ നമുക്ക് സ്ഥിരം ചെയ്ത് കേട്ടിട്ട് അറിയാലോ സാർ എപ്പോഴാണ് ചൂടാവുക എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് തെറ്റിക്കുമ്പോഴല്ല, ഈ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോഴാണ്. അറിയാലോ എന്താ അവരെ നോക്കി പറയണേ? അല്ല, ചാക്കോച്ചന്റെ അനുഭവം ഉണ്ടേ. ചാക്കോച്ചനോട് കമൽ സാറിന് ഇപ്പോഴും ഇത്രയും മുടി എങ്ങനെയാണ് തലയിലുള്ളതെന്നുള്ളതാണ്. കാരണം കമൽ സാറിന് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പം ഇപ്പോഴും നല്ല സ്ട്രോങ് സിമെന്റ് ഇട്ട പോലെ. സൗനകൊണ്ട് തൊപ്പി വെച്ച് തോന്നി ഇനി എങ്ങാനും കടിച്ചു പറിച്ചാലോ. സാറ് കൈ ഇങ്ങനെ പുറകിലോട്ട് പോകുന്നതിന് ഞങ്ങൾ ഓടിക്കളയും. ആ പ്രദേശത്തുണ്ടാവില്ല. ശരിക്കും അനുഭവമുള്ള ശിഷ്യന്മാരാണ് ഇരിക്കുന്നത് മുഴുവൻ. അപ്പോ നമുക്കറിയാം ശ്രദ്ധിക്കാതെ, പക്ഷെ ഇവർക്കറിയില്ലല്ലോ. ഇവരെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യം സംസാരിച്ചിട്ട് എൻ്റെ അടുത്തേക്കാതിരിക്കും. അപ്പൊ ഞാൻ പറയാം എൻ്റെ അടുത്തേക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കുറച്ച് മാറിക്കോ. സാറ് നോക്കുമ്പോൾ ഞാൻ കൂടി സംസാരിക്കുന്ന പോലെ ക്ലാസ്സിൽ. അപ്പൊ ഇവര് മൂന്നുപേരും ഞാൻ മാറ്റി നിർത്തി. കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ഇവര് മൂന്നുപേരും എടുത്തു. ഞാൻ ഭയങ്കര